സോ എൻ്റെ ശ്രീനഗറിലെ ഇന്നലെ രാത്രി ഞാൻ ശ്രീനഗറിൽ എത്തിയിട്ട് ഇന്നലെ രാത്രിയത്തെ നൈറ്റ് ലൈഫൊക്കെ കാണിച്ചു ശ്രീനഗറിൻ്റെ. എന്നിട്ട് ഇന്ന് രാവിലെ 5 മണിക്ക് ഷിക്കാറിന് പോയി മീന ബസാർ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഫ്ലോട്ടിംഗ് ബസാർ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാഴ്ചകളും കാണിച്ചിട്ട് ഇനിയിപ്പോൾ ശ്രീനഗറിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഡേ ടൈമിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് പോകുന്നത്. ഒരു 4-5 സ്ഥലങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പോകുന്ന ലൊക്കേഷൻ്റെ പേര് പാരി മഹലാണ് കേട്ടോ, പാരി മഹൽ. സോ അങ്ങോട്ട് പോകാം. അവിടെ നിന്നൊരു 7 കിലോമീറ്ററാണ്. രാവിലത്തെ ഷിക്കാർ റൈഡ് കഴിഞ്ഞിട്ട് ബോട്ട് റൈഡ് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 6:15 കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ കിടന്നുറങ്ങി, നല്ല ഫ്രഷായിട്ട് കിടന്നുറങ്ങി. ഉറക്കച്ചടവൊക്കെ പോയി ഇപ്പോൾ ഫ്രഷായിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോവാണ്. ഏകദേശം 10:55 സമയം. ദാൽ ലേക്കിനെ ചുറ്റിയിട്ടാണ് ഈ ഒരു റോഡ് പോകുന്നത് കേട്ടോ. ദാൽ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ദാൽ ലേക്കിന് മുകളിലായിട്ട് നമുക്ക് ഹിമാലയൻ മലനിരകളും കാണാം കേട്ടോ. ചുറ്റും മലകളാണ്. ഡിഗ്രി വ്യൂ നോക്കിക്കഴിഞ്ഞാലും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലകളാണ് കാണാം. അതിൻ്റെ നടുവിലൊരു ലേക്ക്. നല്ല ഹൈറ്റും വിടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ലേക്ക്. ജമ്മു ആൻഡ് കാശ്മീരിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് ദാൽ ലേക്ക് എന്ന് പറയുന്നത്. ലേക്കിൻ്റെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ 7.5 കിലോമീറ്റർ ലെങ്ത്തും 3.5 കിലോമീറ്റർ വിഡ്ത്തും അതുപോലെ തന്നെ 1.5 മീറ്റർ ഒരു ആവറേജ് ഡെപ്തും ഏകദേശം 5 മീറ്റർ വരെ മാക്സിമം ഡെപ്തും ഒക്കെ ആണ് ഈ ഒരു ദാൽ ലേക്കിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന നമ്മുടെ മുഗൾ ഗാർഡന് അതുപോലെ തന്നെ പാരി മഹലൊക്കെ ഒരേ റൂട്ടിലാണ് കേട്ടോ. ശ്രീനഗർ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ശ്രീനഗർ മുഗൾ ഗാർഡനും അതുപോലെ തന്നെ പാരി മഹലിലേക്കൊക്കെ ഉള്ള സെയിം വഴിയിലൂടെ പോകാം. ഇതിലേക്ക് പോകുന്ന വഴി ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് സംഭവം, എങ്ങനെയാണെന്നുള്ളതൊക്കെ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ. സോ മുഗൾ ഗാർഡൻ, അതായത് പാരി മഹൽ മുഗൾ ഗാർഡൻ ഒരേ സ്ഥലം തന്നെയാണ് കേട്ടോ. സോ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 24 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്, അഡൾട്ട്സിന്. കുട്ടികൾക്ക് 12 രൂപയും. പാരി മഹൽ ഓർ പീർ മഹൽ ഓർ മുഗൾ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് AD 1650 കാലഘട്ടത്തിൽ പണിയഴിപ്പിച്ചതാണ് കേട്ടോ. ഈ മുഗൾ ഗാർഡൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാൽ ലേക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഗൾ ഗാർഡന് കുറച്ചൊരു എലവേഷനിലാട്ടോ നിൽക്കുന്നത്. ശ്രീനഗറിൻ്റെ ഒരു ബേസ്മെൻറ്റിൽ നിന്ന് കുറച്ചൊരു മുകളിലാണ് ഈ ഒരു മുഗൾ ഗാർഡൻ നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ശ്രീനഗർ സിറ്റിയുടെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതേ അങ്ങ് ദൂരെ നീണ്ട് നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ദാൽ ലേക്ക്. അതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ മലനിരകൾ കാണാം. ഈ ഒരു മുഗൾ ഗാർഡന് തട്ടായിട്ടാണുള്ളത്. ഏറ്റവും താഴെ തട്ട് അവിടെ, സെക്കൻഡ് തട്ട് അവിടെ, തേർഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഫോർത്ത് അവിടെ, ഫിഫ്ത്ത് അവിടെ, സിക്സ്ത്ത് അവിടെ, 6 തട്ടുകളായിട്ടാണുള്ളത്. രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ഒരു മിക്സഡ് ഫ്രൂട്ട് പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് മിക്സഡ് ഫ്രൂട്ട്, എല്ലാ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. പാരിമഹലിലേക്ക് പോകുന്ന വഴി ഒരു 2.5 കിലോമീറ്റർ മുമ്പാണ് ഈ ഒരു കാണുന്ന മുഗൾ ഗാർഡൻ, ചഷ്മഷാഹി മുഗൾ ഗാർഡൻ ഉള്ളത്. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, ഫ്രഷ് സ്പ്രിംഗ് വാട്ടർ, സീനിക് മെഡോസ്, ചഷ്മഷാഹി. സോ ഉള്ളിലോട്ട് കയറാം. ഇവിടെയും ടിക്കറ്റിൻ്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ അഡൾട്ട് 24, അതുപോലെ തന്നെ ചിൽഡ്രൻസ് 12. ഞാൻ നിഷാത്ത് ഗാർഡൻ, അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ശ്രീനഗറിലെ അടുത്ത വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള നിഷാത്ത് ഗാർഡനിലാണുള്ളത്. സോ ഇവിടെ ശ്രീനഗറിൽ എല്ലായിടത്തും ടിക്കറ്റ് റേറ്റ് അഡൾട്ടിന് 24, ചൈൽഡിന് 12 രൂപയും തന്നെയാണ് കേട്ടോ. സോ എല്ലായിടത്തും ഞാനിങ്ങനെ കാണിക്കുന്നില്ല. ഇനി നിഷാത്ത് ഗാർഡൻ എല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഗാർഡൻസ് തന്നെയാണ് കേട്ടോ. അതുവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് നിഷാത്ത് ഗാർഡനാണ് കേട്ടോ. അതെ, അങ്ങ് ദൂരെ വരെ പരന്ന് കിടക്കുകയാണ് നിഷാത്ത് ഗാർഡൻ. സോ എല്ലാ ഗാർഡനും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ പിക്നിക്കിന് വരാം, എവിടെയെങ്കിലും തണലുള്ളിടത്ത് ഇരിക്കാം, പിന്നെ ഗാർഡൻ കണ്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചിരിക്കാം, അത്രേ ഉള്ളൂ. ശ്രീനഗർ എന്ന് പറയുന്ന ഒരൊറ്റ ദിവസത്തിനുള്ളതേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ. രാവിലെ മുതൽ ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഈ പറഞ്ഞ ഗാർഡൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വൈകുന്നേരം ദാൽ ലേക്കിൽ ഷിക്കാർ റൈഡും നടത്തി, രാത്രി ഷിക്കാറിൽ അല്ലെങ്കിൽ രാത്രി ബോട്ടിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തിരിക്കാം, അല്ലെങ്കിൽ രാത്രി തന്നെ തിരിക്കാം. ഇതാണ് ഷാലിമാർ ഗാർഡൻ. സോ ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഇത് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരുപാട് പൂക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുകൾ അഗൈൻ പിക്നിക്കിന് വേണ്ടിയിട്ട് വരുന്നു, റെസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ.
പിന്നെ ഈ കാശ്മീരികളുടെ ഹിന്ദി കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു പ്രത്യേക തരം ഹിന്ദി പ്രൊണൗൺസിയേഷനാണ് അവരുടെ. ഞാനിവിടെ ശ്രീനഗറിൽ ദാൽ ലേക്കിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ആളുകൾ എന്തോ വിൽക്കുന്നത് കണ്ടിട്ട് ജസ്റ്റ് നിർത്തിയതാണ്. എന്തോ സാധനം എന്ന് ചോദിച്ചപ്പോൾ കാശ്മീരി അക്രൂട്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വാൾനട്ടാണെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. അതിവിടെ തൊലി കളയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണക്കിയത് ഉണ്ട്, അവിടെ അവർ തൊലി കളയുന്നുണ്ട്, പൊട്ടിച്ചിട്ട് കളയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് തുലിപ് ഗാർഡനായിട്ടുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനിലാണ് കേട്ടോ. സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ഇവിടെ ഇപ്പോൾ ഈ മാസമൊന്നും തുലിപ് കാണാൻ പറ്റില്ല. അത് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് മിഡ് ഏപ്രിലൊക്കെയാണ്. ആ സമയത്ത് മാത്രമേ, ഏകദേശം ഒരു മാസം മാത്രമേ ഈ തുലിപ് പൂക്കൾ കാണത്തുള്ളൂ എന്നാണ് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. സോ ബാക്കി ഈ ഒരു ഗാർഡനാണിത് മൊത്തം. ഇന്ന് ഞാൻ കണ്ടതിൽ ഒരു 5-6 ഗാർഡൻ ഞാൻ കണ്ടു. അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയ 2 ഗാർഡനുകളിലൊന്ന് ഈ ഒരു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനാണ്. ഇതിനകത്തൊരു ചെറിയൊരു കുഞ്ഞു തടാകമൊക്കെ ഉണ്ട് കേട്ടോ, ഈ കാണുന്ന തടാകം. ശ്രീനഗറിലൂടെ ജസ്റ്റ് ഇങ്ങനെ നടന്നപ്പോൾ കണ്ടൊരു വേറൊരു ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്, നെഹ്റു പാർക്ക്. ഇത് ബോട്ടിലാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് റൺ ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്, ഒരു ബോട്ട് പോസ്റ്റ് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ്. ഗവൺമെൻറ്റിനും എങ്ങനെ ഒരു ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് കേട്ടത്. ഈവൻ ഒരു ഗവൺമെൻറ് സ്ഥാപനം പോലും ഒരു പോസ്റ്റ് ഓഫീസ് പോലും ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസായിട്ടൊരു ബോട്ടിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ. ഇതാണ് അതിനകം, പോസ്റ്റ് ഓഫീസിനകം. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ.